അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ആദ്യമേ വന്ന് ആരും സക്സസ് ആവാത്തൊന്നുമില്ല. നിങ്ങൾ ഡോക്ടർ ആയിക്കൊണ്ടോട്ടെ, എഞ്ചിനീയർ ആയിക്കൊണ്ടോട്ടെ, ടീച്ചർ ആയിക്കൊണ്ട് പോകും. ആദ്യമേ നിങ്ങളൊന്ന് നല്ലൊരു ടീച്ചർ ഡോക്ടറൊക്കെ ആയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു, ആദ്യം നിങ്ങൾ നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ തട്ടും മുട്ടൊക്കെ ഉണ്ടാവും, ചില ആക്സിഡൻസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സർവൈവ് ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ നല്ലൊരു ഡ്രൈവറും നല്ലൊരു ഡോക്ടറും നല്ലൊരു എഞ്ചിനീയറും നല്ലൊരു സാറും എല്ലാമായി മാറും. കാരണം എക്സ്പീരിയൻസ്, അത് മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ എക്സ്പീരിയൻസ്, അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഈ എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ആയിട്ട് മാന്യമായി ഡീസൻ്റായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ആദ്യം പ്രോഫിറ്റ് വേണമെന്നുള്ള ചിന്ത ഒഴിവാക്കുക. നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പഠിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് തുടങ്ങാം. ചിലപ്പോൾ ആ 2-3 മാസം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോസസ് ഒക്കെ ആയിരിക്കാം. ആ 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ചിങ്ങും കാര്യങ്ങളും ആയിരിക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റഡീസ് ആയിരിക്കണം. ഓരോ ട്രേഡ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റോപ്പ് ലോസും ഓരോ ടാർഗറ്റും നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. അതായത് ഓരോ പഠനങ്ങളായിരിക്കണം. ഓരോന്നും ബാക്കിൽ ചെക്ക് ചെയ്യുക. എന്തുകൊണ്ട് SLAT ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ടാർഗറ്റ് വെച്ചപ്പം എന്താണ് ടാർഗറ്റ്, ഞാൻ അവിടെ കുറച്ചുകൂടെ കൂട്ടി വെച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ എന്തിനു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക ആഫ്റ്റർ ട്രേഡ്. അങ്ങനെ ഓരോന്നും ഓരോ പാഠങ്ങളായി പഠിച്ച് കൺസിസ്റ്റൻ്റായിട്ട് മാർക്കറ്റിനെ വളരെ വ്യക്തമായിട്ടും അടുത്ത ഓരോ ക്യാൻഡിൽ എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള ചിന്ത പ്രൊഡക്ഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഹൈ ക്യാപിറ്റൽ ഇട്ടിട്ട് ട്രേഡിങ് തുടങ്ങാനുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എൻ്റെ ക്ലൈൻറ്റ് കമ്മ്യൂണിറ്റിയിലായിരുന്നു പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് റിട്ടേൺ എടുക്കുക. നിങ്ങൾ 50,000 രൂപ മേലെത്തിട്ടെങ്കിൽ 50,000 റിട്ടേൺ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ ഇട്ട പൈസ എഴുതിയിട്ടല്ലോ, ബാക്കി പ്രോഫിറ്റിൻ്റെ പൈസയാണല്ലോ അതിനകത്ത് കിടക്കുന്നത്. അത് ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ 3 മാസം 4 മാസം കൊണ്ടോ പയ്യെ എടുത്താൽ മതി. ഈ ഇട്ട ക്യാപിറ്റൽ ഇട്ടിട്ട് എടുക്കുക എന്നുള്ളത്. അതിനുശേഷം ഈ അടുത്ത പ്രോഫിറ്റിൻ്റെ ട്രേഡുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാം. ലോഡ് ഫേസ് കൂട്ടാം, ടാർഗറ്റ് ലെവൽ കൂട്ടാം, SL ലെവൽ ഇച്ചിരി കൂട്ടാം. അപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് റേഷ്യോ പ്രോപ്പറായിരിക്കണം. 1:2 1:3 എപ്പോഴും ചെയ്തിരിക്കണം. നമ്മളെ ട്രേഡിങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:3 ആണ്. നമ്മളൊരു 20 പോയിൻറ്റ് 25 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് മിനിമം 75 പോയിൻ്റ് ആയിരിക്കണം. പ്രോഫിറ്റ് ബുക്കിംഗ്. അപ്പോൾ അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് റേഷ്യോ കറക്റ്റ് പ്രോപ്പറായി ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ചെറുതായിട്ട് ചില ആൾക്കാർക്ക് ട്രേഡിങ് സൈക്കോളജി മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോഫിറ്റാണ് നമ്മുടെ എക്സിറ്റ് ചെയ്യുക. എന്നാൽ ലോസ് വന്നാൽ എന്ത് വെച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ചെയ്യരുത്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങളെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിൽ മാത്രമേ ചെയ്യുക, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻസ് ആണോ, ഓപ്ഷൻസിൻ്റെ നമുക്ക് PL തന്നെ നോക്കിയിരിക്കരുത്. നമ്മൾ ഇൻഡെക്സിലേക്ക് നോക്കിയിരിക്കുക. ഇൻഡെക്സിലേക്ക് നോക്കിയിരുന്നിട്ട് നമ്മളിപ്പം ഒരു സപ്പോർട്ടിന് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ വരെയായിരിക്കും ടാർഗറ്റ് വെക്കണമെന്ന് വിചാരിക്കുക. എന്താണ് ആ സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് ഏരിയ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കൊടുക്കും. അതുപോലെ നമ്മളൊരു മനസ്സിലാത്ത കണ്ടീഷൻ ഉണ്ടായിരിക്കുക. ആ ഏരിയയിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാനിക് സിറ്റുവേഷൻസ്, ഈ റെഡ് കാണുന്നതും ഗ്രീൻ കാണുന്നുള്ള പാനിക്, പെട്ടെന്ന് എക്സിറ്റ് ആവാനും സ്റ്റോപ്പ് ലോസ് വന്ന വെയിറ്റ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ അങ്ങ് ഒഴിവായി കിട്ടും. സ്ട്രിക്റ്റ്ലി സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസും ഓപ്പൺ ടാർഗറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ട്രേഡിംഗ് SL വയ്ക്കുക, വെച്ചിട്ട് നിങ്ങൾ ഇൻഡെക്സിൽ നോക്കിയിരിക്കുക. അപ്പോൾ ഇൻ കേസ് തിരിച്ച് റിവേഴ്സ് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് ചെറിയ പോലെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 1% നമുക്ക് 1:2 എന്നുള്ളത് 1ൽ നമുക്ക് SLAT ആയിട്ടുണ്ടാവും. ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ അതേ പറഞ്ഞ ആ ഏരിയ എത്തുന്ന സമയത്ത് നേരെ പോകാൻ സ്ക്വയർ ഓഫ് ചെയ്യുക. ഒരിക്കലും അത് എത്തുന്ന വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ല, അതിന് മുമ്പ് സ്കോർ ഓഫ് ചെയ്യാൻ നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ SL നേരെ പോയിട്ട് SL നേരെ കയറ്റിക്കൊണ്ടുവന്ന് മുകളിൽ പ്രോഫിറ്റിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് റാലിയുടെ കൂടെ പോകാൻ പറ്റും. പിന്നെ സ്ട്രാറ്റജീസ് എന്ന് പറയും. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. ഒരുപാട് കാര്യങ്ങളുടെ നമ്മളെ പഠനം നടത്തിയിട്ട് അതെല്ലാം കൂടെ ഒരു കുഴക്കയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജിക്ക് ഒരു സൈക്കോളജി ഉണ്ട്. നമുക്ക് ഓരോ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടും സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും ലോസും ബുക്കിങ്ങും എല്ലാ ചേഞ്ചസ് എത്തിക്കൊണ്ടിരിക്കും. അതൊരു ട്രേഡിംഗ് സൈക്കോളജിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് മൊമെൻ്റ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മുൻകൂട്ടി പ്രൊഡക്റ്റ് തലോസ് ചെയ്തിട്ട് ഇന്ന ലെവലിൽ മാർക്കറ്റ് പോകും ഇന്ന് ഇതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും എൻ്റെ ഇതിൽ എനിക്കിത് സാധിച്ചിട്ടില്ല.
കാര്യം നോർമൽ ലെവൽസ് കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഡേ ബ്രേക്കിംഗ് കാര്യങ്ങൾ വെച്ചിട്ട് ലെവൽസ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് പോകാം. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് അന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് റാലി ഏതോടെ പോകുന്നത് അതിൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞത്. അല്ല ഞാൻ മുൻകൂട്ടി പ്രൊഡക്റ്റ് ചെയ്ത് വെക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്നത്തെ ഓളിയും നോക്കും ഞാൻ, ഏത് രീതിയിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് നോക്കും ഞാൻ, സിഇഒ പി ട്രെൻഡെന്ന് നോക്കും ഞാൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ട്രേഡ് ചെയ്താൽ പോകുന്നത്. പിന്നെ മാർക്കറ്റ് നല്ല ചിലപ്പോൾ നല്ല റാലി തുടങ്ങി കാണും. അപ്പോൾ റാലി നമ്മൾ ചിലപ്പം നമ്മളെ കൈ കിട്ടിയില്ല, മാർക്കറ്റ് നല്ല മുമ്പ് പോയിക്കൊണ്ടിരിക്കുക, അത്യാവശ്യം നല്ല മൂവ് നമുക്ക് കൺഫേം ആയി, മാർക്കറ്റോടെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ആ സമയത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിലും വലിയ തലവേദന വരത്തില്ല. എടുത്തിട്ട് മാർക്കറ്റ് ഓർഡറിന് എടുത്ത് പോയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് ആക്കിയാൽ, അതായത് പ്രോഫിറ്റിൽ പിന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ 100 എൻട്രി എടുത്ത് ഓൾഡ് നമ്മൾ 110 അല്ല മാർക്കറ്റ് 100 നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് 100 120 പറഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് പെട്ടെന്ന് മാർക്കറ്റായിട്ട് എൻട്രി എടുത്തപ്പോൾ 110 എൻട്രി കിട്ടി. നമുക്ക് 110 140 150 മാർക്കറ്റ് എത്തി. അപ്പോൾ നമ്മൾ അപ്പോഴേക്ക് സ്റ്റോപ്പ് ലോസ് ആടിയിട്ട് ഈ 110 മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതായത് നമ്മൾ എടുത്ത എൻട്രിയുടെ തൊട്ട് മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. എന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ റിസ്ക് റിവാർഡ് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ നമുക്ക് വന്ന റിട്ടേൺസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ ബുക്കിംഗ് നടത്തുക. അപ്പോഴേക്ക് പ്രശ്നം അവിടെ എന്ത് ചെയ്യും.